Welcome to Isa's Kitchen. വെൽക്കം ടു റസിയാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം അതിന് മുന്നായിട്ട് നമ്മൾ ഷോപ്പിൽ വന്നിട്ടുള്ള പുതിയൊരു പ്രോഡക്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ന്യൂട്രിയുടെ മൾട്ടിഗ്രെയിൻ ആട്ടയാണ്. ഇതിൽ 6 തരം ധാന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഗോതമ്പ്, ബാർലി, പിന്നെ ചനാദാൽ, ജോവർ, മൈസ്, പിന്നെ റാഗി. ഇത് ന്യൂട്രിയുടെ തന്നെ ഇമ്മ്യൂൺ പ്ലസ് മൾട്ടിഗ്രെയിൻ ആട്ടയാണ്. നമ്മൾ മറ്റേ പാക്കറ്റിൽ പറഞ്ഞ 6 ധാന്യങ്ങൾക്ക് പുറമെ ഇതിൽ ഫ്ലാക്സ് സീഡ് ഉണ്ട്. പിന്നെ ധാരാളം സ്പൈസസും അടങ്ങിയിട്ടുണ്ട്. അയമോദകം, ജീരകം, പിന്നെ മഞ്ഞൾ, പിന്നെ കുരുമുളക്, അതുപോലെ ധാരാളം സ്പൈസസും അടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമുക്ക് പ്രതിരോധ ശേഷിക്ക് വേണ്ടി ഈ ഒരു ആട്ട നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ദോശയിൽ നമ്മൾ കുമ്പളങ്ങയും ബീട്രൂട്ടും തേങ്ങയൊക്കെ അരച്ച് ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ ഇമ്മ്യൂൺ പ്ലസ് മൾട്ടിഗ്രെയിൻ ആട്ട ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. നിങ്ങൾ റസിയാസ് കിച്ചൻ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ദോശമാവിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ 1.5 കപ്പ് കുമ്പളങ്ങ ചെറിയ പീസാക്കിയത്. നമുക്കിതെല്ലാം മിക്സർ ജാറിലിട്ട് നന്നായി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വെള്ളം ഒഴിക്കാതെ ഒന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ന്യൂട്രിയുടെ ഇമ്മ്യൂൺ പ്ലസ് മൾട്ടിഗ്രെയിൻ ആട്ടയാണ് എടുത്തിട്ടുള്ളത്. 1.5 ഗ്ലാസ് ആട്ട എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 270 ഗ്രാം ഉണ്ടാവും. ഈ ബീട്രൂട്ടും കുമ്പളയൊക്കെ ചേർത്ത് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിശ്രിതം ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഈ മാവ് കലക്കിയെടുക്കാൻ. അപ്പം നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഈ മാവ് ഉണ്ടാക്കേണ്ടത്. 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്തുള്ളത് മുഴുവനും നമുക്ക് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി നമുക്ക് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് മാവ് റെഡിയാക്കാം. അപ്പോൾ കുമ്പളങ്ങയും ബീട്രൂട്ടൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ ആ കളറും ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും. അപ്പോൾ നമ്മളുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ, നല്ലൊരു കളറും ഒക്കെ ആയിട്ട്. അപ്പം ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. പശു നെയ്യ് ഒഴിച്ച് ചുടുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണിത്. നമ്മൾ കുമ്പളങ്ങയും ബീട്രൂട്ടും തേങ്ങയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് പുറമെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് തന്നെ ന്യൂട്രിയുടെ ഇമ്മ്യൂൺ പ്ലസ് മൾട്ടിഗ്രെയിൻ ആട്ടയാണ്. അപ്പം നമ്മൾ 1-2 ദോശ കഴിക്കുമ്പോൾ തന്നെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ശരീരത്തിന് ലഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ദോശ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.